In a house, a 500-watt electric iron operates for 1 hour. Two 40-watt fans for 8 hours. 5 12-watt LED bulbs for 10 hours. Calculate in unit the energy consumption per day in that house. അപ്പോൾ എന്തൊക്കെയുണ്ട് ആ വീട്ടിൽ? എന്താണ്? ഇലക്ട്രിക് അയൺ ആണല്ലേ. ഇലക്ട്രിക് അയൺ എത്രയാണ്? 500 വാട്ടിൻ്റെ ഇല്ല 500 വാട്ടിൻ്റെ ഇലക്ട്രിക് അയൺ ആണ് അവിടെ ഉള്ളത്. അത് എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്? 1 hour വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ നോക്കാമില്ല. 500 വാട്ട് അയൺ ബോക്സ് എത്ര നേരമാണ്? 1 hour വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ എനർജി ഇല്ലേ, എനർജി ഇൻ കിലോ വാട്ട് അവറിലാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. കിലോ വാട്ട് അവർ തന്നെയാണല്ലോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പവർ ഇൻ വാട്ട് ഇല്ലേ, പവർ ഇൻ വാട്ട് ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ കിലോ വാട്ട് അവറിലാകുമ്പോൾ 1000 കൊണ്ട് ചെയ്യുക. പവർ എത്രയാണ്? 500 ഇല്ലേ. 500 വാട്ടിന് ഒരെണ്ണേ ഉള്ളൂ ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. 500 സമയം എത്രയാണ്? 1 hour ആണ്. മനസ്സിലായല്ലോ? ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഈസ് 1/2 എന്ന് വരും ഇല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 യൂണിറ്റ്. 0.5 കിലോ വാട്ട് അവർ എന്ന് വരും ഇല്ലേ. 0.5 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ യൂണിറ്റ് ആണ്, അതായത് 0.5 യൂണിറ്റ്. ഇനി 40 വാട്ടിൻ്റെ അല്ലേ, 40 വാട്ടിൻ്റെ ഫാൻ ഇല്ലേ. 40 വാട്ടിൻ്റെ ഫാൻ ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 8 hour വർക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അവിടുത്തെ എനർജി കൺസപ്ഷൻ എങ്ങനെ വരും? എനർജി കൺസപ്ഷൻ അതിപ്പോൾ ഇവിടെ തന്നെ കിലോ വാട്ട് അവറിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ ഒക്കെ എഴുതണം കേട്ടോ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ കേട്ടോ, ഡിവൈഡ് ബൈ 1000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എത്രയാണ്? 40 വാട്ടിൻ്റെ 2 എണ്ണം വരും ഇല്ല. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു 2 ഇൻറ്റു സമയം 8 മണിക്കൂറാണ്. ദെൻ 8 ഡിവൈഡ് ബൈ എത്രയാണ്? 1000 വരും. 4 ഡിവൈഡ് ബൈ 100 എന്ന് വരും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.64 വരും കേട്ടോ. 0.64 യൂണിറ്റ് എന്ന് വരും. ഇനി അടുത്ത എന്താണ് പറയുന്നത്? 12 വാട്ടിന്റെ LED ബൾബ് എത്രയാണ്? 5 എണ്ണം ഉണ്ട് അല്ലേ. 12 വാട്ടിന്റെ LED ബൾബാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 10 മണിക്കൂർ എന്നാണ് പറയുന്നത്. 10 hour ആണ്. ദാറ്റ് ഈസ് അതും കിലോ വാട്ട് അവറിലാണ്. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 ആണ് നമ്മുടെ. അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 വാട്ടിന് 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ്? 12 ഇൻറ്റു 5 അല്ലേ. ഇൻറ്റു എത്രയാണ്? 10 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 1000 അല്ലേ. 60 ഡിവൈഡ് ബൈ 100 എന്ന് വരും, ബൈ 10 വരും അല്ലേ. അപ്പോൾ അതായത് 0.6 യൂണിറ്റ് എന്ന് വരും. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ടോട്ടൽ എനർജി കൺസപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ എനർജി കൺസപ്ഷൻ 0.5 അല്ലേ. 0.5 പ്ലസ് 0.64 പ്ലസ് 0.6 ടു 1.74 എന്ന് വരും അല്ലേ. 1.74 കിലോ വാട്ട് അവർ അല്ലേ, അല്ലെങ്കിൽ യൂണിറ്റ്. കിലോ വാട്ട് അവർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് എഴുതാം.